എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരുമുളക് എല്ലായിടത്തും തിരിയൊക്കെ ഇട്ടു. കുരുമുളക് മണികളൊക്കെ ഏതാണ്ട് ഒരു കടുകിനേക്കാൾ വലുതായി. ഇനി ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വളപ്രയോഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഈ വർഷം തിരിയിടലൊക്കെ നന്നായിട്ട് ഇട്ടെങ്കിലും കാലാവസ്ഥ കൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള മണിയൊന്നും പിടിച്ചിട്ടില്ല. പിടിച്ച മണികളൊന്ന് വെയിറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. 2 പോളിയർ വളങ്ങളെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. ഇതിൽ പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് 50 ആണ്. ഇത് ഉൽക്കർഷ് എന്ന കമ്പനിയുടെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ, അതായത് മഗ്നീഷ്യം, കാൽസ്യം, ബോറോണ്, സിങ്ക്, കൊബാൾട്ട്, അയൺ, മോളിബ്ഡിനം, മാംഗനീസ് അങ്ങനെയുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സറാണ്. ഈ 2 മിക്സറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഫോളിയറായിട്ട് ഇപ്പോൾ കൊടിക്ക് അടിക്കാൻ പോവുകയാണ്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷിൻ്റെ സാധാരണഗതിയിലുള്ള ഡോസ് 5 gram per liter ആണ്. ഇതിനോടുകൂടി നമ്മളിപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 gram മൈക്രോ ന്യൂട്രിയൻ്റ് കൂടി നമ്മൾ ചേർക്കുന്നു. മൈക്രോ ന്യൂട്രിയൻ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 5 gram per liter എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഈ വിളവ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. വരുന്ന വേനൽക്കാലത്തെ ഇത് നേരിടാനും നന്നായിട്ട് സഹായിക്കും. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് വരൾച്ചയെ അതിജീവിക്കാനായിട്ട് ചെടിയെ സഹായിക്കാൻ മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ക്രോപ്പിൻ്റെ, അതായത് ഇവിടെ കുരുമുളകിൻ്റെ ഓവറോൾ ക്വാളിറ്റി ഒന്ന് വർദ്ധിപ്പിക്കുവാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ മണികളുടെ ലുക്ക്, കളറ്, ഷൈനിങ് ഇതൊക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഒരു 25% വരെ വർദ്ധിക്കുവാനായിട്ട് SOP ഉപയോഗിക്കുന്ന ചെടികൾക്ക് കഴിയുന്നുണ്ട്. SOP സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്യുന്ന ചെടികൾക്ക് ഇൻസെക്ട്സിനെയും പെസ്റ്റുകളെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ചുള്ള ശേഷിയുണ്ട്. വരൾച്ച, അതിശൈത്യം ഇതുപോലെയുള്ള കാലാവസ്ഥയിലുണ്ടാകുന്ന തീവ്രതകളെയൊക്കെ SOP സ്ഥിരമായിട്ട് അടിക്കുന്ന ചെടികൾക്ക് പ്രതിരോധിക്കുന്നതിന് പ്രത്യേക കഴിവുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് മറ്റൊരു കാര്യം. SOP സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്യുന്ന ചെടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പാറ്റേൺ മറ്റ് ചെടികളെ അപേക്ഷിച്ചിട്ട് വളരെ മെച്ചമാണ്. അതുപോലെ ഈ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന, എസ്പെഷ്യലി അയൺ, ഫോസ്ഫറസ് തുടങ്ങിയ ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നതിന് SOP സഹായിക്കുന്നുണ്ട്. കുരുമുളക് കൃഷിയിൽ നമ്മൾ പൊതുവേ അവഗണിക്കുന്ന ഒരു കാര്യമാണ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഉപയോഗം. ഈ മൈക്രോ ന്യൂട്രിയൻസിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ബോറോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ബോറോണാണ് ഷുഗറിൻ്റെ ന്യൂട്രിയൻ ഫ്ലോയിനെയൊക്കെ ഒരു ചെടിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. സെൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കോപ്പർ അത്യാവശ്യമാണ്. പ്ലാന്റിൻ്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. സ്ട്രെസ് ടോളറൻസ് മറ്റൊരു കാര്യമാണ്. മൈക്രോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻ്റ് ഉള്ള ഏത് ചെടിയും എത്രയും പെട്ടെന്ന് സ്ട്രെസ്സേഴ്സിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ചെടിയുടെ ഓവറോൾ വളർച്ചയിൽ ഈ ട്രേസ് എലമെൻറ്റ്സിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. SOP അടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇപ്പോഴാണ്. അതായത് ഇപ്പം കുരുമുളകിൻ്റെ മണികളൊക്കെ ഏതാണ്ട് ഒരു കടുകിനേക്കാൾ ഇച്ചിരൂടെ വലുതായി. ഇനി ബോൾഡ്നെസ് കൂടുകയാണ് വേണ്ടത്. ഈ സമയത്താണ് നമ്മൾ SOP അടിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളും നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന കടകളിൽ നിന്ന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന പേരിൽ തന്നെ പോളിയർ വളം മേടിക്കാൻ കിട്ടും. അതോടൊപ്പം തന്നെ പല കമ്പനികളുടെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അവയുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്ത് വിളവ് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ വേനലിനെ പ്രതിരോധിക്കുവാനായിട്ട് കൊടിയെ ശേഷിയുള്ളതാക്കി തീർക്കുക. ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം ഓണത്തിൻ്റെ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു ഓൾ.